ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിക്കനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ ഈ നെല്ലിക്ക ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ നല്ല കയ്പായിരിക്കും, പിന്നെ അതിനുശേഷം മധുരിക്കും. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള സയന്റിഫിക് റീസൺ എന്ന് നോക്കിയാലോ. നമ്മുടെ ഈ നെല്ലിക്കയിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ടാനിൻസും പോളിഫിനോൾസും പിന്നെ നേച്ചുറൽ ഷുഗേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ഈ ടാനിനാണ് മെയിൻ ആയിട്ട് ഈ ഒരു കയ്പ് രുചിക്ക് കാരണമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് ഈ ടാനിൻ നമ്മുടെ സലൈവ, അതായത് നമ്മുടെ ഉമിനീരിലുള്ള പ്രോട്ടീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ടങ്ങില് ബിറ്റർ ടേസ്റ്റിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതായത് കയ്പ് രുചിനെ സെൻസ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അവർ പെട്ടെന്ന് ആക്റ്റീവ് ആവുന്നു. അങ്ങനെയാണ് നമുക്ക് ആദ്യം ഒരു കയ്പ് രുചി ഫീൽ ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ബിറ്റർ ടേസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഈ ഒരു റിസപ്റ്റർ ഉണ്ടല്ലോ നമ്മുടെ ടേസ്റ്റിനെ, അതായത് ബിറ്റർ ടേസ്റ്റിനെ സെൻസ് ചെയ്ത റിസപ്റ്റേഴ്സ് ലെസ് സെൻസിറ്റീവ് ആയിട്ട് മാറുന്നു. പിന്നീട് നമ്മുടെ സ്വീറ്റിന്റെ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുന്നു. അങ്ങനെയാണ് പിന്നീട് നമുക്കൊരു മധുരം ഫീൽ ചെയ്യുന്നത്. ഈ മധുരം ഫീൽ ചെയ്യാനുള്ള കാരണം നമ്മുടെ നെല്ലിക്കയിൽ എന്തുണ്ടായിരുന്നു? നേച്ചുറൽ ഷുഗേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ സയന്റിഫിക് റീസൺ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ സാധാരണ വെറുതെ നെല്ലിക്ക കഴിക്കാറില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യമാണ്, നമ്മുടെ നെല്ലിക്കയിൽ കാണുന്ന വൈറ്റമിൻ ഏതാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ വേഗം തന്നെ കമന്റ് ചെയ്യാം.